പെരിന്തൽമണ്ണ നഗരസഭയിൽ ഭരണം നിലനിർത്തിയ UDF വിജയിച്ചത് 2409 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. ആകെയുള്ള 37 സീറ്റുകളിൽ 21 സീറ്റുകൾ നേടിയാണ് UDF അധികാരം ഉറപ്പിച്ചത്. എന്നാൽ പല വാർഡുകളിലും LDF സ്ഥാനാർത്ഥികൾക്ക് വിജയം നഷ്ടമായത് വളരെ കുറഞ്ഞ വോട്ടുകൾക്കായിരുന്നു. ആകെയുള്ള 37 സീറ്റുകളിൽ 21 സീറ്റുകൾ നേടി UDF അധികാരം ഉറപ്പിച്ചപ്പോൾ LDFിനേക്കാൾ 2409 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് നഗരസഭയിൽ UDFന് കൂടുതലായി നേടാനായത്. UDF 17,950 വോട്ടുകളും LDF 15,541 വോട്ടുകളുമാണ് നേടിയത്. NDAക്ക് 579 വോട്ടുകൾ മാത്രമേ നേടാനായുള്ളൂ. LDFന് ഏറ്റവും വലിയ തിരിച്ചടിയായത് 37-ാം വാർഡ് ലെമൺ വാലിയിലെ തോൽവിയാണ്. ഇവിടെ CPM സ്ഥാനാർത്ഥി സജിത വിനോദ് UDFിലെ സബിത സുധീഷിനോട് ഒരൊറ്റ വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഇതിനു പുറമെ നഗരസഭയിലെ നിലവിലെ സ്ഥിരസമിതി അധ്യക്ഷനും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നയാളുമായ K ഉണ്ണികൃഷ്ണൻ 14-ാം വാർഡ് കുട്ടിപ്പാറയിൽ UDFിലെ പച്ചേരി സുബൈറിനോട് 7 വോട്ടുകൾക്കും പരാജയപ്പെട്ടു. 25-ാം വാർഡിൽ UDFിലെ സുമയ്യ കളപ്പറമ്പിൽ LDFിലെ P സീനത്തിനെ തോൽപ്പിച്ചത് 26 വോട്ടുകൾക്കാണ്. 23-ാം വാർഡിലെ C ശ്രീമായയുടെ പരാജയം UDFിലെ തോട്ടശ്ശേരി ഖദീജയോട് 53 വോട്ടുകൾക്കും 31-ാം വാർഡ് തോട്ടക്കരയിൽ LDFിലെ ഷൈനി ഷിബ UDFിലെ നിഷ സുബൈറിനോട് തോറ്റത് 53 വോട്ടുകൾക്കുമാണ്. 6-ാം വാർഡ് കുളിർമലയിലെ മത്സരം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ നിലാർ മുഹമ്മദിന് പിന്തുണ നൽകാനായി സ്വന്തം സ്ഥാനാർത്ഥിയെ പിൻവലിച്ച LDFന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. 73 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ UDFിലെ പ്രൊഫസർ നാലകത്ത് ബഷീർ ഇവിടെ വിജയിച്ചു. നഗരസഭയിലെ ആകെയുള്ള 46,139 വോട്ടർമാരിൽ 34,260 പേർ മാത്രമാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത്. 74.25%. 2020-ൽ 78.64% പേർ വോട്ട് ചെയ്തിരുന്നു. 11,879 പേർ പോളിംഗിൽ നിന്ന് വിട്ടുനിന്നത് പല വാർഡുകളിലെയും ഫലത്തെ സ്വാധീനിച്ചു. നഗരസഭയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയത് 15-ാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട UDFിലെ പച്ചേരി സുരയ്യയാണ്. LDFിലെ P ഹബീബയെ 527 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരയ്യ പരാജയപ്പെടുത്തിയത്. CCN പെരിന്തൽമണ്ണ.